പരിശുദ്ധാത്മാവേ നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. അണയുക പരിശുദ്ധാത്മാവേ നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞ സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞ സാക്ഷികളാക്കണമേ. കൽക്കട്ടയിലെ മദർ തെരേസായുടെ ശവകുടീരത്തിങ്കൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: മദർ തെരേസ ബ്രാക്കറ്റിൽ 1911 ഒരു ചെറിയ വരയിട്ടിട്ട് 1997 ചങ്ങമ്പുഴയുടെ രമണന്റെ ആദ്യ താളുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ബ്രാക്കറ്റിൽ 1910 ഒരു ചെറിയ വരയിട്ടിട്ട് 1947. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. കൽക്കട്ടയിലെ മദർ തെരേസ 1911 ജനിച്ചു, 1997 മരിച്ചു. നമുക്ക് ആർക്കും തന്നെ തർക്കമില്ല. എന്നാൽ നിങ്ങളെന്തെങ്കിലും ഈ 2 വർഷങ്ങൾക്കിടയിൽ കോറിയിടുന്ന ആ കുഞ്ഞു വരയെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യാതൊരു സ്ട്രെയിനുമില്ലാതെ 2 വർഷങ്ങൾക്കിടയിൽ കോറിയിടുന്ന കുഞ്ഞു വരയുണ്ടല്ലോ, അതൊരു വ്യക്തിയുടെ ജീവിതമാണ്. ആ വ്യക്തി അയാളുടെ ജീവിതത്തിൽ കണ്ട കണ്ണീരും കിനാക്കളും സ്വപ്നങ്ങളും കോട്ടങ്ങളുമൊക്കെ ആ കുഞ്ഞു വരയിൽ അടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു ആശുപത്രിയിൽ കുഞ്ഞിക്കരച്ചിലായിട്ട് തുടങ്ങിയ നിങ്ങളുടെയൊക്കെ ജീവിതം അന്ന് ആ വരയുടെ ആദ്യ ബിന്ദു വീണു. ഇന്നിതാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരച്ച് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനിയും എന്തൊക്കെയോ സംഭവിക്കുവാനിരിക്കുന്നു, ഇനിയും എന്തൊക്കെയോ നേടുവാനിരിക്കുന്നു. അവസാനം ഏതെങ്കിലും ഒരു ഒബീച്ചറി കാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ചരമകോളത്തിങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമിത്തേരിയുടെ ശവക്കല്ലറയെങ്കിലോ ആരെങ്കിലും നമ്മളെക്കുറിച്ചും 2 വർഷങ്ങൾക്കിടയിൽ ഒരു വര പൂർത്തിയാക്കും. അന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടാകുമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച്? അന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടാകുമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച്? നോക്കുക, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ കാത്തുപരിപാലിക്കുന്ന ഇതിന്റെ മുഴുവൻ ഉടയവനായ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലും അനന്തകോടി സാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ ആകമാനം കീഴടക്കി ഒരു വലിയ ചക്രവർത്തിയാകുവാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാകുവാൻ. പക്ഷേ ഇതാ ആ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടയവനായവൻ ദരിദ്രനായിട്ട് ജനിച്ചുകൊണ്ട് യൂദയായിലെ ബത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ
കന്നുകാലികൾക്കൊപ്പം ജനിച്ചുകൊണ്ട് നമ്മുടെ രക്ഷ പൂർത്തിയാക്കുവാൻ വേണ്ടി ഇതാ ആ പീഡാനുഭവം കുരിശുമരണമെല്ലാം വഹിച്ചുകൊണ്ട് കാൽവരി മരിയുടെ വിരിമാറിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്റെ ദൈവമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണൻ വെടിയുമ്പോ പ്രകൃതി പോലും ആ മനുഷ്യന്റെ ദുഃഖത്തിൽ അലിഞ്ഞു ചേരുന്നു. എന്നിട്ടും നമുക്ക് ദുഃഖമില്ല, നമുക്ക് പ്രയാസമില്ല. പ്രകൃതി പോലും ആ കർത്താവിന്റെ ദുഃഖത്തില്, ആ മരണത്തിൽ ദുഃഖിക്കുമ്പോ പാറകൾ പിളരുന്നു, ഭൂമിയുരുണ്ടു, ദേവാലയത്തിന്റെ തിരശീല നടുവേ കീറിപ്പോകുന്നു. നമുക്ക് കുലുക്കമില്ല, നമുക്ക് കുലുക്കമില്ല. നോക്കുക, ആ കർത്താവ് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ആ ഒരു തിരിച്ചറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ അല്പസമയം എനിക്ക് ചെവി തന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ഇടപെടലിൽ ഇന്ന് കർത്താവ് ശ്രമിക്കുക നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളത് തീർച്ചയാണ്. അല്പസമയം നിങ്ങൾ എൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാൻ സാധിച്ചാൽ, അല്പസമയം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ മനസ്സിനെ എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വചനമാകുന്ന വിത്തിട്ടുകൊണ്ട് അവിടെ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ടുള്ള സഹായത്തിനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നോക്കുക, നമ്മളൊക്കെ ജീവിക്കുന്നത് എവിടെയാ? നമ്മൾ ജീവിക്കുന്നത്? പൊള്ളത്തരങ്ങളുടെ നടുവിലാ, പൊള്ളത്തരങ്ങളുടെ നടുവിലാ. ഈ കാണുന്നതാണോ നമ്മുടെ സ്വഭാവം? ഈ കാണുന്നതാണോ? വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അറിയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരമ്മച്ചിയുണ്ട്. ഈ അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും മണി അടിക്കുന്നിടം വരെ മരുമോളുമായിട്ട് ഗുസ്തിയായിരിക്കും. ആ നടമണി അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ചോട്ട ഇങ്ങോട്ട് എടുത്തിട്ട് പറയും, വാക്ക് ഞാൻ വന്നിട്ടാകട്ടെ എന്നും പറഞ്ഞിട്ടാ പോകുന്നത്. എന്നിട്ട് ഈ അമ്മ തന്നെ എന്നോട് വന്ന് പറയും, എൻ്റെ അച്ഛ അവളെ കെട്ടിക്കൊണ്ട് വരുന്നിടം വരെ എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അവള് വന്ന്, ആ മൂദേവി വന്ന് എൻ്റെ കുടുംബത്തിലെ സമാധാനവും പോയി. മരുമകളെന്ന് പറയും, എൻ്റെ അച്ഛ ഞാൻ എന്ത് സന്തോഷത്തിലാ ജീവിച്ചെന്നറിയാവോ? ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നതിന് പിന്നെ എനിക്ക് സമാധാനമില്ല, എൻ്റെ സമാധാനം മുഴുവൻ പോയി, എനിക്കിനി മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ വന്ന് സങ്കടം പറയും. മരുമോനുണ്ട്, അവനും വരും എൻ്റെ കയ്യിൽ. അവൻ പറയും, എൻ്റെ അച്ഛ 2 കള്ളന്മാരുടെ നടുവിൽ കുറച്ച് സമയം ഈശോയെ ക്രൂശിച്ചുള്ളൂ, ഇത് ജീവിതകാലം മുഴുവൻ ഞാൻ ഇവരുടെ നടുവിൽ കിടന്ന് ക്രൂശിന്മേൽ തിറക്കുകയാണ്. നോക്കുക, വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, വചനം നമ്മളിൽ അർത്ഥപൂർണമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ വചന ശ്രവണം നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഞാൻ എൻ്റെ കഥയോടുകൂടി തന്നെയാണ് ആരംഭിക്കുക. ഞാൻ ഇവിടെ വന്നിരുന്നു ഈ കാരീസ് ഭവൻ കൺവെൻഷനിൽ വചനം ശ്രവിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തതിശയമേ എന്നുള്ള ഗാനം പാടിയപ്പോൾ ഞാൻ അതിശയിച്ചു പോവുകയാണ്. ദൈവമേ, എന്തതിശയമാണ്! കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനും കർത്താവിന് വേണ്ടി ഓടി നടക്കുവാനും എന്നെയും ഒരു ഉപകരണമാക്കിയില്ലെന്ന് ഓർത്തപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് പൊള്ളയായ ജീവിതം കണ്ടു മടുത്തവനാണ് ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മനസ്സിലാകും. കാരണം എന്താ, നമ്മളെയൊക്കെ ജീവിക്കുന്ന ജീവിതത്തിൽ എത്രയോ മുഖങ്ങളാണ് നാം കാണുക. പള്ളിയിലൊരു മുഖം, വീട്ടിലൊരു മുഖം, പള്ളിക്കൂടത്തിലൊരു മുഖം, ജോലിസ്ഥലത്തൊരു മുഖം. അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സും മാറും. അതിനനുസരിച്ച് നമ്മൾ പല രീതിയിലുള്ള മുഖങ്ങളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. നമുക്ക് നമ്മളെ അറിയാവുന്ന മുഖങ്ങൾ നമ്മുടെ സ്വകാര്യ മുറിയിലെത്തുമ്പോൾ നമ്മൾ അത് പ്രദർശിപ്പിക്കും. കാരണം പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോകുവാൻ സാധിക്കാത്ത ഒരു രീതിയിലുള്ള ജീവിത ശൈലിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപമെന്ന് ഞാൻ പറയും. കാരണം പറയുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരാണ്, എന്താണ്, എങ്ങനെയാണ് പറയുക, എന്താണ് പറയുന്നത്, അതനുസരിച്ചുള്ള ജീവിതക്രമങ്ങളെ മാറ്റുവാനോ അതനുസരിച്ച് മനസാക്ഷിയെ മാറ്റുവാനോ നമുക്ക് തയ്യാറാകുന്നില്ല.
കാരണം നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞുള്ള മാറ്റം, മാനസാന്തരം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, മാർപ്പാപ്പായ്ക്ക് അസുഖം ബാധിച്ച കഥ നിങ്ങൾക്കറിയാവോ? അറിയാവോ? ഇല്ലേ? എന്താ നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ? നോക്കിയാൽ മാർപ്പാപ്പയ്ക്ക് നിങ്ങളറിയാമല്ലോ, പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തപ്പം അവിടെ വന്ന് ഈ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആശീർവാദം നൽകിയ സ്ഥലം അറിയാമല്ലോ, സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ. അവിടെ മാർപ്പാപ്പായുടെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, മാർപ്പാപ്പായുടെ കരളിന് അസുഖം ബാധിച്ചിരിക്കുക, ആരെങ്കിലും മാർപ്പാപ്പയ്ക്ക് കരൾ ദാനം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ മാർപ്പാപ്പ രക്ഷപ്പെടും, അല്ലെങ്കിൽ മരിച്ചു പോകും. ഇത് കേട്ട്, ഈ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തോളം വിശ്വാസികൾ അവിടെ തടിച്ചുകൂടി. എന്നിട്ട് അവർ ഈ കരങ്ങള് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയിട്ട്, 2 ലക്ഷത്തോളം ആളുകൾ എന്ന് പറയുമ്പം എത്ര കൈകൾ വരും? 4 ലക്ഷം കൈകൾ. ഇത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ കരൾ എടുത്തുകൊള്ളുക, എന്റെ കരൾ എടുത്തുകൊള്ളുക, മാർപ്പാപ്പ നീണാൾ വാഴട്ടെ. സെക്രട്ടറി പറഞ്ഞു, മാർപ്പാപ്പയ്ക്ക് ഒത്തിരി കരളൊന്നും ആവശ്യമില്ല, ഒരു കരൾ മാത്രമേ ആവശ്യമുള്ളൂ, ഇവിടെ കരൾ കച്ചവടം നടത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ആരെങ്കിലും സന്മനസ്സുള്ള ഒരു വ്യക്തി മാത്രം കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോഴും ഉയർന്നു. എത്ര കൈകൾ? 4 ലക്ഷത്തോളം കൈകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ട് പറഞ്ഞു, എന്റെ കരൾ എടുത്തുകൊള്ളുക, എന്റെ കരൾ എടുത്തുകൊള്ളുക, മാർപ്പാപ്പ നീണാൾ വാഴട്ടെ. സെക്രട്ടറി ആകപ്പാട് ധർമ്മസങ്കടത്തിലായി. അകത്തുപോയി കാർഡിനൽസും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ കയ്യിലൊരു തൂവലുണ്ട്, ഈ തൂവല് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇടുവാൻ പോവുകയാണ്. ഇത് ആരുടെ തോളിൽ വന്നിരിക്കുന്നുവോ അവര് മാർപ്പാപ്പയ്ക്ക് കരൾ ദാനം ചെയ്യും. എല്ലാവരും പറഞ്ഞു. അന്നേരവും കൈകൾ എല്ലാം ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ കരൾ എടുത്തുകൊള്ളുക, എന്റെ കരൾ എടുത്തുകൊള്ളുക, മാർപ്പാപ്പ നീണാൾ വാഴട്ടെ. സെക്രട്ടറി ഇതെടുത്തു, ഈ തൂവൽ ഇങ്ങനെ എടുത്തിട്ട് ആളുകളപ്പോൾ പൊടിപടലങ്ങളോ കാരണങ്ങളെല്ലാം ഇങ്ങനെ വളരെ കലുഷിതമായിട്ടുള്ള ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക്, ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഈ തൂവലെടുത്ത് ഒരൊറ്റ ഇടലും ഇതിങ്ങനെ പറന്നു. അപ്പോൾ ആളുകൾ ഇങ്ങനെ കൈ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു. ചിലവരിങ്ങനെ കണ്ണടച്ചിട്ട് അച്ഛൻ എന്നെ എടുക്കുന്ന നോക്കിയില്ലേ, അതുപോലെ അവരും ഇങ്ങനെ നോക്കുക, ആരുടെ തോളിലാണ് ഇത് വന്നിരിക്കുന്നത്, ആരുടെ തോളിലാണ് ഇത് വന്നിരിക്കുന്നത്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ആളുകളെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് എൻ്റെ കരൾ എടുത്തുകൊള്ളുക, എൻ്റെ കരൾ എടുത്തുകൊള്ളുക, മാർപ്പാപ്പ നീണാൾ വാഴട്ടെ. അവസാനം ഇതിങ്ങനെ പറന്ന് ഒരു സ്ത്രീയുടെ തോളിൽ ഇരുന്നില്ല എന്നായപ്പം ഈ സ്ത്രീ എന്നെ അടുത്ത് ആരും കാണാൻ ഒറ്റ ഊത്, ഇത് മുകളിലോട്ട് പൊങ്ങിപ്പോയി. വീണ്ടും ഇതിങ്ങനെ വന്നിരുന്നു. അപ്പോഴും ആളുകളെല്ലാം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുക. ഈ സ്ത്രീ ഇത് ഊതിയതിന് ശേഷം ഉടനെ തന്നെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കരൾ എടുത്തുകൊള്ളുക, എൻ്റെ കരൾ എടുത്തുകൊള്ളുക, മാർപ്പാപ്പ നീണാൾ വാഴട്ടെ. മറ്റു പലരുടെയും തോളിൽ വന്നിരിക്കുവാനായിട്ട് ഈ തൂവൽ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. എല്ലാവരും എന്നെ എടുത്തു, ഊതി ഇത് പറപ്പിച്ചു. ഇവിടെ നോക്കുക, മാർപ്പാപ്പയ്ക്ക് കരൾ കിട്ടിയതുമില്ല, മാർപ്പാപ്പ മരിച്ചും പോയി. പക്ഷേ അന്നേരവും ആ ജനങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കരൾ എടുത്തുകൊള്ളുക, എൻ്റെ കരൾ എടുത്തുകൊള്ളുക, മാർപ്പാപ്പ നീണാൾ വാഴട്ടെ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കത് ചിരിക്കാനായിട്ടുള്ളൊരു വക നൽകിയെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു, ഇന്ന് ഈ കാരിസ്തോൺ കൺവെൻഷന്റെ ഈ പന്തലിലേക്ക് ഇതാ സ്വർഗത്തിൽ നിന്നൊരു തൂവല് ഇങ്ങോട്ട് വർഷിക്കുകയാണ്. നിങ്ങളുടെ ദുശീലങ്ങൾ മാറ്റുവാൻ, നിങ്ങളുടെ ജഡികാസക്തികൾ മാറ്റുവാൻ, നിങ്ങൾ ജീവിതകാലത്ത് കൊണ്ടു നടക്കുന്ന, താലോലിച്ച് നടക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദുശീലങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരു തൂവൽ വർഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്വമനസാലെ സന്തോഷപൂർവ്വം ആ തൂവൽ നിങ്ങളുടെ തോളിൽ വന്നിരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമോ? മനസാക്ഷി ഉത്തരം പറയുമില്ല എന്ന്. പ്രിയപ്പെട്ടത് നോക്കുക, ഇതുപോലുള്ള പൊള്ളത്തരങ്ങൾ അനേകം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നോക്കുക, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സബ് ഇൻസ്പെക്ടർ ആകണം, അതിൻ്റെ മേലെ ആകണം. ഞാൻ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി പഠിച്ചു, 2-3 MA ഒക്കെ എടുത്തു. അങ്ങനെ അന്നത്തെ കാലത്ത് പെട്ടെന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടും ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു.
റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കലുണ്ട്, ഫിസിക്കലുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ 4 കടമ്പകളാണ് കിടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് പത്രങ്ങളിലൊക്കെ വളരെ റിപ്പോർട്ടുണ്ടായിരുന്നു. കാക്കിക്കുപ്പായത്തിൽ നിന്ന് അൾത്താരയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ നോക്കുക, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ ഈ നിമിഷം എന്തെങ്കിലും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്കൊരു പ്രചോദനമായി മാറണം. ഈ ലോകം ഒന്നുമല്ല എന്ന് വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ കണ്ണിന് കട്ടനിട്ടിരിക്കുക ഈ ലോകത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് ജീവിക്കുവാൻ. എൻ്റേതാണെന്നുള്ള ചിന്തയിൽ നമ്മൾ നയിക്കുമ്പോൾ നോക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടിയ ഒരു സമയം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് എനിക്ക് അല്ലാണ്ട് തന്നെ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജീവൻ ട്രസ്റ്റുമായിട്ട് തോമസ് ചേട്ടനുമായിട്ട് ആദ്യകാലങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരങ്ങളിൽ പാവപ്പെട്ട രോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനമാണ് എന്നെ ഒരു വൈദികനാകുവാൻ പ്രേരിപ്പിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒത്തിരി അനാഥ രോഗികളുണ്ട്. മാതാപിതാക്കൾ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നവരുണ്ട് അവിടെ. കാരണം ഈ മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ അവരെ വേണ്ട എന്നുള്ള രീതിയിൽ അവരെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കൊണ്ടിടും. അങ്ങനെ 1-2 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ സംഭവങ്ങളാണ് ശരിക്കും ഒരു തീരുമാനമെടുക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു വാർഡിലൂടെ നടക്കുമ്പോൾ ഒരു കട്ടിലിന് ചുറ്റും ആൾക്കൂട്ടം. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് 13 വയസ്സുള്ള അഖിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ വളരെ വിഷമിച്ച് കരയുന്നു. അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഇരുന്ന് വലിയവായിലെ കരയുകയാണ്. അപ്പം ഞാൻ അടുത്ത് നിന്ന് ചോദിച്ചു. അന്ന് വാർഡിലൊക്കെ കയറുവാനും പ്രവർത്തിക്കുവാനായിട്ടുള്ള അനുവാദമുണ്ടായിരുന്നു. ഞാൻ സെമിനാറിൽ ചേരുന്നതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സ്ത്രീയോട് ചോദിച്ചു എന്താണ് കരയുന്നത്. പക്ഷെ ആദ്യമൊന്നും ആ സ്ത്രീ പറഞ്ഞില്ല. കാരണം എന്നാ, അവരുടെ സങ്കടം സഹിക്കാൻ വയ്യ. അപ്പം കൊച്ചിൻ്റെ വലത് കൈ ഈ തോളിനോട് ചേർന്ന് വെച്ച് ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. അവസാനം ചോദ്യം കൂടിയപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ കാരണമാ എൻ്റെ കുഞ്ഞിന് ഗതി വന്നത്. 13 വയസ്സുള്ള എൻ്റെ മകൻ്റെ കൈ തോളിൻ്റെ അവിടെ വെച്ച് നാളെ രാവിലെ 7 മണിക്ക് മുറിച്ചു മാറ്റുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഒരേ ഒരു മകൻ തൻ്റെ മകൻ്റെ തോളിൻ്റെ അവിടെ വെച്ച് കൈ മുറിച്ച് മാറ്റുമ്പോൾ ഒരു അമ്മയ്ക്ക് സഹിക്കുകയില്ല. ഞങ്ങൾ ഒത്തിരി നേരം ചോദിച്ചപ്പോഴത്തേക്ക് അവർ കാര്യം പറഞ്ഞു. അതായത് ഈ സ്റ്റെയർ കേസുള്ളൊരു വീടാണ്. അവിടെ ഈ കുഞ്ഞ് ടേപ്പ് റെക്കോർഡിൽ, പണ്ടത്തെ ടേപ്പ് റെക്കോർഡിൽ കാസറ്റ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ റിബൺ ഈ ഹെഡിൽ ചുറ്റി. അത് കണ്ടുകൊണ്ടാണ് അപ്പൻ വരുന്നത്. ഈ അപ്പൻ ഈ മകനെ തല്ലാനിട്ട് ഓടിച്ചു. മകൻ ഓടിയ വഴി ഈ സ്റ്റെയർ കേസിൽ തട്ടി, ഇത് തട്ടിയ വീണ്. അവിടുത്തെ ഞരമ്പ് മുറിഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നു. അതുകൊണ്ട് ഈ കൈ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അത് വ്യാപിക്കും. അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ വളരെ നിർബന്ധിച്ചു, സഹോദരി, നിങ്ങളുടെ ഭർത്താവ് കാരണമൊന്നുമല്ല ഇതിങ്ങനെ സംഭവിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ താല്പര്യമാണ് നമ്മളുടെ ഇടയിൽ അത് സംഭവിക്കുക എന്നുള്ളത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഇവർ സമ്മതിച്ചില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ശക്തമായിട്ട് ഇടപെടും. ദൈവം ശക്തിയുള്ളവനാണ്. അവന് തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. ഈ സഹോദരി ആദ്യമൊന്നും വിശ്വസിച്ചില്ല. അവസാനം ഒത്തിരി നേരത്തെ പരിശ്രമ ഫലമായിട്ട് ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സഹോദരിയും അവരുടെ ഭർത്താവും തയ്യാറായി. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവസാനം ഈ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചുപോയി. രാവിലെ 7 മണിക്ക് ഈ കുഞ്ഞിനെ പച്ച വസ്ത്രമൊക്കെ ധരിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലിങ്ങനെ തള്ളി തുറന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ കൈ മുറിക്കുവാനായിട്ട് തയ്യാറാകുന്ന കൈയും വെച്ചുകൊണ്ട് സ്ട്രെച്ചറിൽ പകുതി ഈ ഓപ്പറേഷൻ്റെ വാതിൽ കടത്തിയപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നിന്ന് ചെറിയ ഒരു ചലനം ഡോക്ടർ കണ്ടു. ഉടനെ തന്നെ ഡോക്ടർ തിരിച്ച് ഈ സ്ട്രെച്ചർ തിരിച്ച് പുറകോട്ട് കൊണ്ടുപോയി മുറിയിൽ കൊണ്ടുപോയി മസാജൊക്കെ ചെയ്ത് ഈ കൊച്ചിനെ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് അയച്ചു. അങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
ഈ കൊച്ച്, ഈ 13 വയസ്സുള്ള അഖില് തന്റെ വലതു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്കിത് ഈശോ തന്ന കയ്യാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യമൊക്കെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മളെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് കർത്താവ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമാ, എന്തുമാത്രം ആഹ്ലാദമാ. അവിടെ എൻ്റെ ജീവിതം തുടങ്ങുകയാ. ആത്മീയമായിട്ടുള്ള ജീവിതം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എത്രയോ വലുതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായപ്പോൾ ഞാൻ തീരുമാനിച്ചു, ദൈവമേ, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്തുമാത്രം സ്വത്തുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും പദവിയുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല. അങ്ങനെ ഞാൻ തീരുമാനിക്കുന്ന സമയത്താണ്, നിങ്ങൾക്കറിയാമല്ലോ, മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡുണ്ട്. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ തന്നെ ക്യാൻസർ രോഗികളുണ്ടല്ലോ. അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കോശങ്ങൾ നശിക്കുന്ന രോഗമാണ് ക്യാൻസർ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ്. ഈ കോശങ്ങളാലാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോശങ്ങൾ നശിക്കുമ്പോൾ ഭൂമി കത്തിത്തീരുന്നത് പോലെ നമ്മുടെ ശരീരം കത്തിത്തീരുകയാ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് പറയുവാൻ സാധിക്കും, ഈ രോഗി ഇന്ന ദിവസം മരിക്കും, 1 മാസം, 6 മാസം, 3 മാസം, അല്ലെ 1 വർഷം. നിങ്ങൾ ആരെങ്കിലും നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുവോ? ഇവിടെ ഇരിക്കുവോ? ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നും പറഞ്ഞ ഒറ്റ ഓട്ടമായിരിക്കും. വണ്ടി ഇല്ലെങ്കിൽ ടാക്സി പിടിച്ചാണെങ്കിലും പോകും, ഇല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാമോ, ചിലവർ ഇത് കേൾക്കുമ്പോൾ വയലൻ്റ് ആവും. നാളെ മരിക്കുവാൻ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളാരും അംഗീകരിക്കില്ല. പക്ഷെ നമ്മൾ മരിക്കേണ്ടവരാ. ചിലവർക്ക് നേരത്തെ ബസ് കിട്ടുന്നതേ ഉള്ളൂ, അല്ലേ? ലേറ്റായിട്ട് ബസ് കിട്ടി നമ്മളും പോകും. അപ്പോൾ ചിലവർ ഇത് സമാധാനപരമായിട്ട് സ്വീകരിക്കും, സന്തോഷമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ ആ മരണത്തിനായിട്ട് ഒരുങ്ങും. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അത് തീരുകയാണ്.